ശ്രീ പി കെ ഗോപൻ, ഇവിടെ സഭയിൽ നടന്ന സമരം കോപ്രായ സമരമാണ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർ പറയുന്നുണ്ട്. അത് അതിരുകടന്ന് ഇപ്പോൾ മാത്യു കുഴൽനാടനൊക്കെ ഡയസിന് മുകളിലേക്ക് ചാടിക്കയറുക എന്നുള്ളത് ബാക്കി ആര് ചെയ്താലും മാത്യു കുഴൽനാടൻ ചെയ്യുന്ന കരുതിയിരുന്നല്ല. കാര്യം അത്രത്തോളം സംയമനത്തോടെയൊക്കെ നമ്മുടെ ചർച്ചയിലൊക്കെ പങ്കെടുക്കുന്ന ഒരാളാണ്. അതിരുകടന്ന സമരം നടക്കില്ല. പക്ഷേ അതിരുകടന്ന സമരങ്ങൾ സഭയുടെ ചരിത്രത്തിൽ ആദ്യമാണ് സ്പീക്കർ. ഇപ്പോൾ 87 മുതൽ ഇപ്പോൾ കാലാകാലങ്ങൾ മുന്നേ നോക്കിയാൽ 87-ൽ പരിയാരത്തെ അഴിമതിക്കെന്ന മറുപടിയുമായി വന്ന MP രാഘവനും EP ജയരാജനും കോലിയക്കോടും ഒക്കെ ചേർന്ന് താഴെയിട്ട് ചവിട്ടിക്കൂട്ടിയ സംഭവം നടന്ന കേരളത്തിലാണ്. 83-ൽ വക്കം പുരുഷോത്തമൻ സ്പീക്കറായിരിക്കെ KP രാമൻ, 70-ൽ സ്പീക്കർക്ക് നേരെ മൈക്കേറ് ചെരുപ്പേറ്, ഈ പറയുന്ന KK രമയുടെ കൈക്ക് ഫ്രാക്ചറായ സംഭവം ഉണ്ടായിട്ടുണ്ട്. ബാർക്കോഴക്കാലത്ത് ഉണ്ടായതുപോലെ ഒരു അങ്ങേയറ്റത്തെ സമരം സഭയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. അങ്ങനെ കുപ്രസിദ്ധമായ സമരങ്ങളുടെ അസ്ഥികൂടങ്ങൾ അലമാരയിൽ വെച്ചിട്ട് അതിനെ കോപ്രായ സമരം എന്ന് എങ്ങനെയാണ് നിങ്ങൾക്ക് പറയാൻ കഴിയുക, പി കെ ഗോപൻ? ശ്രീ ഹാഷ്മി, ചോദിക്കുന്ന അങ്ങേക്ക് തന്നെ കാര്യം അറിയാം. മുമ്പ് കേരള അസംബ്ലിക്കകത്ത് നടന്ന സമരമാണോ വലിയ സമരം, അതോ ഞങ്ങളിപ്പോൾ നടത്തുന്ന സമരമാണോ വലിയ സമരം എന്ന മത്സരമൊന്നും അവിടെ നടന്നില്ലല്ലോ. ഏറ്റവും വലിയ സമരം ഏതാണെന്നും ഏറ്റവും കലുഷിതമാക്കിയത് ആരാണെന്നും ഏറ്റവും കൂടുതൽ ക്രമം തെറ്റിച്ച് മതിലിയാടിയത് ആരാണെന്നും ഉള്ള വിഷയമല്ലല്ലോ നമ്മുടെ മുമ്പിലുള്ളത്. നമ്മുടെ മുമ്പിലുള്ളത് പ്രതിപക്ഷം ഒരു വിഷയം എടുത്ത് അസംബ്ലിയിൽ ഉന്നയിക്കുമ്പോൾ സഭാ ചട്ടങ്ങളനുസരിച്ച് അവർക്ക് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുക്കാം. മറ്റെല്ലാ വിഷയവും മാറ്റിവെച്ച് ഇതാണ് ഇപ്പോൾ കേരളം അഡ്രസ്സ് ചെയ്യേണ്ടെന്ന പ്രശ്നം എന്നൊരു ധാരണ പ്രതിപക്ഷത്തിനുണ്ടെങ്കിൽ പ്രതിപക്ഷത്തിന് അടിയന്തര പ്രമേയ നോട്ടീസ് കൊടുക്കാം. ഭരണപക്ഷം നിരസിക്കുകയാണെങ്കിലല്ലേ ഈ കോപ്രായോടെ കാണിക്കണ്ടേ? ഭരണപക്ഷം ഇത് ചർച്ച ചെയ്യാൻ തയ്യാറാണ്. പണ്ട് നടന്നുള്ള സംഭവങ്ങളെല്ലാം ഭരണപക്ഷം ഇത് ചർച്ച ചെയ്യാൻ തയ്യാറല്ല. നിങ്ങൾ പറയുന്ന ബാർക്കോഴ കേസിലും അടിയന്തര പ്രമേയം അവതരിപ്പിച്ച് ചർച്ച ചെയ്യാൻ തയ്യാറല്ല. ഇപ്പോൾ കഴിഞ്ഞ ഒരു 2 ചർച്ചയ്ക്ക് മുമ്പ് കോൺഗ്രസിൻ്റെ ഒരു പ്രതിനിധി ഞാൻ പങ്കെടുത്തൊരു ചർച്ചയെ പറഞ്ഞത്, ചർച്ച നടന്നു കഴിഞ്ഞാൽ നിങ്ങൾ വാഗ്വിലാസം കൊണ്ട് തെറ്റിദ്ധാരണ വരുത്തും എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വാഗ്വിലാസം കുറവാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് ചർച്ചയിൽ പങ്കെടുക്കാൻ താല്പര്യമില്ല. നിങ്ങളുടെ പ്രതിപക്ഷ നേതാവ് രാവിലെ ഒരു അഭിപ്രായം പറയും, ഉച്ചയ്ക്ക് അദ്ദേഹം പറഞ്ഞ അഭിപ്രായം റദ്ദ് ചെയ്യും, വൈകിട്ട് വീണ്ടും ഒരു അഭിപ്രായം പറയും, പിറ്റേന്ന് അദ്ദേഹം റദ്ദ് ചെയ്യും. കേരളത്തിലെ മുഴുവൻ ജനങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അസംബ്ലിയെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ കേരളത്തിലെ ജനങ്ങളുടെ പ്രതിനിധി സഭയെ ഈ ശബരിമല സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെ ഉത്തരവാദികളാര് എന്ന് ചർവണം ചെയ്യാൻ കേരള അസംബ്ലിക്കകത്ത് കേരളീയ സമൂഹത്തിന് മുഴുവൻ ബോധ്യപ്പെടത്തക്കവണ്ണം ചർച്ച ചെയ്യാനൊരു അവസരം കിട്ടിയിട്ട് അത് ഉപയോഗിക്കാതെ സ്പീക്കർ ശ്രീ ബഹുമാന്യനായ നിയമസഭാ സ്പീക്കർ ശ്രീ ഷംസീറിൻ്റെ മതിൽ ചാടി കടന്നിട്ട് അദ്ദേഹത്തിൻ്റെ മേശപ്പുറത്ത് കയറിയാൽ എങ്ങനെയാണ് ഈ കേസ് തെളിയിക്കുന്നത്? എന്ത് ബലത്തിലാണ്, എന്ത് ന്യായമാണ് ഇതിനകത്തുള്ളത്? അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇവിടെ കോൺഗ്രസിൻ്റെ പ്രതിനിധി സൂചിപ്പിച്ച കാര്യങ്ങളാണ്. KC വേണുഗോപാലിൻ്റെ പേരെന്തുകൊണ്ടാണ് വന്നേ? നിങ്ങൾ ഒരു തെറ്റിദ്ധാരണ വരുത്താൻ പരിശ്രമിക്കുന്നുണ്ട്. ഞാൻ വളരെ കൃത്യമായിട്ട് പറയാം, KC വേണുഗോപാൽ അവിടെ സ്വർണ്ണം കക്കാൻ കൂട്ടുനിന്നോ വേറൊരാൾ കൂട്ടുനിന്നോ ഉള്ള വാദമൊന്നുമല്ല നമ്മൾ ഉയർത്തുന്നത്. അതൊക്കെ അന്വേഷണം തെളിയട്ടെ. പക്ഷെ മന്ത്രിസഭയ്ക്കും മന്ത്രിക്ക് എന്താണ് പങ്കെന്ന് ദേവസ്വം ബോർഡിൻ്റെ ABCD അറിയാവുന്ന ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ നിങ്ങൾ നിൽക്കരുത്. കേരളത്തിലെ ജനങ്ങൾക്ക് ഇപ്പോൾ അത് ബോധ്യമുണ്ട്. കാരണം സംസ്ഥാന ഗവൺമെൻറ്റിന് ശബരിമലയുടെ കാര്യത്തിൽ ഒരു റോളും ഇല്ല. സംസ്ഥാന ഗവൺമെൻറ് റോള് വരുന്നത് എങ്ങനെയാണ്? ഭരണഘടനാപരമായി ഏത് ഗവൺമെൻറ്റാണോ അധികാരത്തിൽ വരുന്നത് ആ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ശബരിമലയിലെ ദേവസ്വം ബോർഡിൻ്റെ കാലാവധി അവസാനിച്ചാൽ പിരിച്ചുവിടാനൊന്നും അധികാരമില്ല. കാലാവധി അവസാനിക്കുന്ന മുറയ്ക്ക് പുതിയ സമിതിയെ ചുമതലപ്പെടുത്തണം. ആ ചുമതലപ്പെടുത്തലാണ് ദേവസ്വം വകുപ്പ് ചെയ്യുന്നത്. അതിനുശേഷം പുതിയ സമിതിയാണ് അവിടുത്തെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. ഇനി ആ സമിതി മാത്രം തീരുമാനിച്ചാൽ മതിയോ? തന്ത്രി എന്നൊരു പ്രധാനപ്പെട്ട പോസ്റ്റ് അവിടെ കിടക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ശ്രീ ജയചന്ദ്രൻ മാഷ് ചർച്ച ചെയ്തപ്പോൾ അവിടെ അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവരാൻ പരിശ്രമിച്ച ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട സിംഗിൾ ബെഞ്ചിൻ്റെ കമൻ്റാണ് അദ്ദേഹം അതിനകത്ത് ഉയർത്തിക്കൊണ്ടുവരാൻ പരിശ്രമിച്ചത്. എന്ത് മണ്ടത്തരമാണ് അദ്ദേഹം മണ്ടത്തരം പറയാൻ പറ്റിയ അത് ഹൈക്കോടതിയാണ്. വൻതോക്കുകളുണ്ട്, കേവലം ജീവനക്കാർ മാത്രം വിചാരിച്ചാൽ പോറ്റിക്ക് സർവതന്ത്ര അധികാര കേന്ദ്രമാകാൻ കഴിയില്ല എന്ന് കോടതി പറഞ്ഞു. ഡിസംബർ 5-ന് ശേഷം അന്വേഷണം മുന്നോട്ട് പോയിട്ടില്ല എന്ന് കോടതി പറഞ്ഞു. SIT സംശയനിഴലാണെന്ന് കോടതി പറഞ്ഞു. ഗുരുതരമായ വിശ്വാസത പ്രശ്നം SIT കൊണ്ടെന്ന് കോടതി പറഞ്ഞു. കോടതിയാണതും. സിംഗിൾ ബെഞ്ച് പറഞ്ഞതിന് മണ്ടത്തരൊന്നും പറയല്ലേ? കാശ്മീർ നിങ്ങൾ വെളുപ്പിക്കാൻ നിന്നിട്ട് കാര്യമില്ല. ശബരിമലയെ സംബന്ധിച്ച് സിംഗിൾ ബെഞ്ചിൻ്റെ കമൻറ്റ്, ശ്രീ ബദറുദ്ദീൻ സാറിൻ്റെ കമൻറ്റ്, അതിനെ റദ്ദ് ചെയ്യുന്ന കമൻ്റാണ് ഡിവിഷൻ ബെഞ്ച് നടത്തിയത്. ശബരിമലയിലെ പ്രശ്നത്തിൽ ഡിവിഷൻ ബെഞ്ചാണ് SITയുടെ പേപ്പർ പരിശോധിക്കുന്നത്. ബദറുദ്ദീൻ സാറിൻ്റെ ബെഞ്ച് ജാമ്യം മാത്രമാണ് പരിശോധിക്കുന്നത്. ജാമ്യം പരിശോധിക്കുന്ന കോടതിയിൽ ആ വിഷയങ്ങൾ മാത്രമേ നോക്കുന്നുള്ളൂ. അതുകൊണ്ട് ദേവസ്വം ബെഞ്ച് പറയുന്നത് വലിയ കാര്യവും സിംഗിൾ ബെഞ്ച് പറയുന്നത് മോശം കാര്യവും നിലപാടില്ല.
അപ്പോൾ താങ്കൾ പറയുന്നത് പോലെ റദ്ദാക്കിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ദേവസ്വം ബെഞ്ചിന് ഈസിയെ പറയാമായിരുന്നു. ദേവസ്വം ബെഞ്ചിന് ആ സിംഗിൾ ബെഞ്ച് പറയുന്നത് തെറ്റാണ്, അത് വസ്തുതാവിരുദ്ധമാണെന്ന് ദേവസ്വം ബെഞ്ചിന് പറയാൻ ഒരു തടസ്സവും ഇല്ലെന്നേ. അത് പറഞ്ഞിട്ടുണ്ട്. ഒരു വാക്ക് കാണിച്ചു തരാമോ? അത് പ്രത്യേകിച്ച് എടുത്ത് പറയണ്ട ശ്രീ എടുത്ത് പറയാൻ കഴിയും ദേവസ്വം ബെഞ്ചിന്. എഴുതി വെച്ചിട്ട് അതിന്റെ അടിക്ക് സ്ത്രീകൾക്ക് മാത്രം എഴുതേണ്ട കാര്യം ഇല്ല, ദേവസ്വം ബെഞ്ചിന് എടുത്ത് പറയാൻ കഴിയും. അങ്ങനെ എടുത്ത് പറയാൻ ചരിത്രം ഞാൻ കാണിച്ചു തരാം. ഡിവിഷൻ ബെഞ്ച് ഈ കേസിൽ അല്ല, ഞാൻ പറയട്ടെ, അല്ല കാണിച്ചു, അങ്ങ് സമയമുണ്ടെങ്കിൽ കാണിച്ചു. ഞാൻ പറയട്ടെ, എൻ്റെ ഒരു പോയിന്റ് ഞാൻ കൾകൂടിയട്ടെ. അതായത് ഡിവിഷൻ ബെഞ്ച് ഈ SITയുടെ അന്വേഷണത്തെ വാനോളം പുകഴ്ത്തി അഭിപ്രായം പറഞ്ഞിരിക്കുന്നു എന്ന് മാത്രമല്ല, അത് അങ്ങ് ആ റിപ്പോർട്ട് എടുത്ത് അല്ലെങ്കിൽ ആ കോടതിയുടെ ഫൈൻഡിങ്സ് എടുത്ത് അല്ലെങ്കിൽ നിരീക്ഷണം എടുത്ത് സൂക്ഷ്മതലത്തിൽ വായിച്ചു കഴിഞ്ഞാൽ വരികൾക്കിടയിൽ ഡിവിഷൻ ബെഞ്ച് സിംഗിൾ ബെഞ്ചിനെ അതിനകത്ത് കുറ്റപ്പെടുത്തുന്നുണ്ട്. അത് അങ്ങനെ മറ്റു രൂപത്തിൽ കോടതിക്ക് പറയേണ്ട കാര്യമില്ല, പറയത്തുമില്ല. പക്ഷേ ഇക്കാര്യത്തിൽ അവരങ്ങനെ വരികൾക്കിടയിൽ കുറ്റപ്പെടുന്നുണ്ട്. അങ്ങനെ ദേവസ്വം ബെഞ്ചിന് വരികൾക്കിടയിൽ സിംഗിൾ ബെഞ്ചിനെ ഭയന്ന് പറയേണ്ട കാര്യമില്ല. എത്തട്ടെ, അതിനുള്ള അധികാരപരിധി ഡിവിഷൻ ബെഞ്ചിനുണ്ട്. സിംഗിൾ ബെഞ്ചിനെ തിരുത്താൻ, സിംഗിൾ ബെഞ്ച് പറഞ്ഞ് തെറ്റാണെന്ന് പറയാൻ, അത് ഉത്തരവിൽ എഴുതി വെക്കാൻ കഴിയും ഡിവിഷൻ ബെഞ്ചിന്. ഇപ്പൊ അതിലേക്ക് അത് വന്നില്ല, അത് വരട്ടെ. ഇപ്പോ ഈ SITയെ സംബന്ധിച്ച് ഡിവിഷൻ ബെഞ്ച് പരിപൂർണമായിട്ടുള്ള അഭിപ്രായമാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ശ്രീ ജയചന്ദ്രൻ മാഷിയുടെ പറയാൻ പരിശ്രമിച്ചൊരു കാര്യം, വിശ്വാസികളെ ഏൽപ്പിക്കാത്തതിന്റെ ഭാഗമായി കുറച്ച് ദിവസം കൊണ്ട് അവർ ക്യാമ്പയിൻ ചെയ്യാൻ ശ്രമിക്കുന്ന പരിശ്രമമാണ്. എന്താ സാർ ഈ പറയുന്നത്? ശബരിമലയിലെ വിശ്വാസത്തിന്റെ അപ്പോസ്തലൻ ആരാ സാർ? അവിടെ ഇരിക്കുന്ന മൂർത്തിയുടെ പിതൃസ്ഥാനീയൻ ആരാ സാർ? നിങ്ങളെ ഈ ദൈവത്തിൻ്റെ പ്രതിനിധിയായിട്ട് ദൈവത്തിൻ്റെ കാര്യങ്ങൾ ഭരണസമിതിക്കും മറ്റ് പൊതുജനങ്ങൾക്ക് ഉപദേശിച്ചു കൊടുക്കുന്ന, ദൈവഹിതം വാങ്ങിക്കുന്ന, അനുജ്ഞ വാങ്ങിക്കുന്ന ആളിൻ്റെ പേരെന്തുവാ സാർ? പോസ്റ്റ് എന്തുവാ സാർ? തന്ത്രി. ആ തന്ത്രിയാണോ സാർ ജയിലിൽ കിടക്കുന്നത്? അപ്പോൾ വിശ്വാസികളെ ഏൽപ്പിച്ചതിൻ്റെ പ്രശ്നമാണോ അവിശ്വാസികളെ ഏൽപ്പിക്കുന്നതിൻ്റെ പ്രശ്നമാണോ അവിടെ ഉള്ളത്? ഭരണപരമായി ചുമതല വഹിക്കേണ്ട ആളുകൾ ആ ചുമതല വഹിക്കണം. അത് വിശ്വാസികളല്ലാത്തവർ ഏറ്റത് കൊണ്ടാണ് ശബരിമല ഇങ്ങനെ ആയത് എന്ന് അങ്ങ് വാദിക്കാൻ പരിശ്രമിച്ചാൽ തന്ത്രി വിശ്വാസമാണോ ആണോ അല്ലയോ? അത് പറയേണ്ട ബാധ്യത അങ്ങക്കില്ലേ? ഉണ്ണികൃഷ്ണൻ പോറ്റി വിശ്വാസിയായിരുന്നോ അല്ലയോ? ഉണ്ണികൃഷ്ണൻ പോറ്റി രാഷ്ട്രീയക്കാരനായിരുന്നോ? ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഉന്നത രാഷ്ട്രീയ നേതൃത്വങ്ങളായിട്ടുള്ള ബന്ധം നമ്മൾ കണ്ടു. പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റി വിശ്വാസി അല്ലായിരുന്നോ? അവിടെ ഈ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്ത ഗോവർദ്ധൻ വിശ്വാസി അല്ലായിരുന്നോ? ഭണ്ഡാരി വിശ്വാസി അല്ലായിരുന്നോ? മുരാരി ബാബു വിശ്വാസി അല്ലായിരുന്നോ? ബൈജു വിശ്വാസി അല്ലായിരുന്നോ? ജയശ്രീ വിശ്വാസി അല്ലായിരുന്നോ? ഒന്നുമല്ല, വിശ്വാസികളല്ലാന്നേ. വിശ്വാസികളാണ് എങ്ങനെയാന്ന് ശബരിമല അയ്യപ്പന്റെ ശ്രീകോവിൽ അടിച്ചു മാറ്റാൻ പറ്റുക? അങ്ങനെ പറഞ്ഞ എളുപ്പമുണ്ട്. അങ്ങനെ തന്ത്രി വിശ്വാസമല്ലേ അങ്ങ് പറ. ശ്രീ ഹാഷ്മി, ഞാൻ പറയട്ടെ, ഞാൻ പറയുന്നു, PK ഗോപൻ ഞാൻ പറയുന്നു, ശബരിമലയിൽ ഭഗവാൻ അയ്യപ്പന്റെ ശ്രീകോവിൽ അള്ളി അകത്താക്കാൻ ധൈര്യം കാട്ടി ആർക്കും വിശ്വാസം ഇല്ല എന്ന് ഞാൻ പറയും. ആർക്കും വിശ്വാസം ഇല്ല എന്ന് ഞാൻ പറയും. വിശ്വാസിയല്ലെന്ന് അങ്ങ് പറ. അതേ പറയല്ലേ? ശബരിമലയിൽ ശ്രീകോവിൽ അള്ളി അകത്താക്കാൻ ആരൊക്കെ നോക്കിയോ അവനും അവർമാർക്ക് ഈ പറഞ്ഞ വിശ്വാസത്തിന് തരിമ്പകത്തില്ല. സംശയമുണ്ടോ? അതെ, അത് ജയചന്ദ്രൻ മാഷെ ഒന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കും. അപ്പോൾ ഇരിക്കുന്ന പോസ്റ്റിന്റെ അല്ല പ്രശ്നം. ഇതിനകത്ത് മോഷണം നടത്താൻ ആരൊക്കെ പരിശ്രമിച്ചിട്ടുണ്ടോ അവർ വിശ്വാസിയല്ലെന്ന് മാത്രമല്ല, അവരെ സംബന്ധിച്ച് ഇത് കൊള്ള നടത്താനുള്ള ഒരു സൗകര്യം മാത്രമാണ്. അപ്പം നമ്മുടെ വിഷയം അതല്ല. അങ്ങനെ ഒരു ഗവൺമെന്റ് ഇതിനകത്ത് വളരെ ശക്തമായി ബഹുമാന്യ ഹൈക്കോടതിയോട് ആവശ്യപ്പെടുകയും അവർ ഒന്നാം തരം ഒരു ഏജൻസിയെ ചുമതലപ്പെടുത്തി വളരെ കൃത്യമായി അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ കേരളീയ സമൂഹത്തിൻ്റെ മുമ്പിൽ ഇവിടെ ശ്രീ ലിൻഡോൺ വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് രാഷ്ട്രീയ പ്രശ്നമെന്ന് അദ്ദേഹം പറഞ്ഞു. ഞങ്ങൾ സമരം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു പലരും ആക്ഷേപിച്ചു. ഞങ്ങൾ സമരം ചെയ്യാമെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അവർ സമരം ചെയ്യുന്നില്ല എന്ന് കുറ്റപ്പെടുത്തിയതിൻ്റെ പ്രതികാരമാണ് കേരള അസംബ്ലിക്കകത്ത് ഒരു സംസ്ഥാനത്ത് ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ചു. അതിനെക്കുറിച്ച് അഭിപ്രായം പറയാം. കേന്ദ്രത്തിൽ ഒരു ബജറ്റ് അവതരിപ്പിച്ചു, അതിൻ്റെ ചർച്ച കൊണ്ടുവരാം. വേണ്ട, ശബരിമല തന്നെ ചർച്ച ചെയ്യാം. അടിയന്തര പ്രമേയ നോട്ടീസ് കൊടുത്തിട്ട് നിങ്ങൾ ഒരാഴ്ച അങ്ങ് ചർച്ച ചെയ്യും ശബരിമലയെ സംബന്ധിച്ച്. എന്നിട്ട് ഭരണപക്ഷത്തിന് പറയാനുള്ളത് ജനങ്ങൾ അറിയട്ടെ. നിങ്ങൾക്ക് പറയാനുള്ളത് നന്നായിട്ട് സമർത്ഥിക്കുക, ജനങ്ങൾ ചർച്ച ചെയ്യട്ടെ. മാത്യു കുഴൽനാടനൊക്കെ നന്നായിട്ട് സംസാരിക്കാൻ അറിയാവുന്ന രാഷ്ട്രീയക്കാരനാണല്ലോ. മതിൽ ചാടുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് അരമണിക്കൂർ സംസാരിക്കാൻ അവസരം കൊടു. ഈ ഇടതുപക്ഷ ഗവൺമെന്റ് ഇന്ത്യയുടെ ചെയ്തികൾ കുഴപ്പം കാണിച്ചിരിക്കുന്നു എന്ന് പറയാൻ അവസരം. ബഹളം ഉണ്ടാക്കി കലക്കിയിട്ട് കാര്യമില്ല. സമരമായാലും ഏത് സമരമായാലും ബാർക്കോഴ സമരം അടിയന്തര പ്രമേയ നോട്ടീസ് അവതരിപ്പിക്കാൻ സമ്മതിക്കാത്തപ്പോൾ ഉണ്ടായ ബഹളമാണ്. ഒരു സംസ്ഥാന ഗവൺമെന്റിന് മുമ്പിൽ അടിയന്തര പ്രമേയ നോട്ടീസ് ന്യായീകരിക്കുന്നത് ഒരു കോൺഗ്രസിന്റെ അടിസ്ഥാനത്തിലാണ്. ബാർക്കോഴ കേസ് ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞു തരട്ടെ. ബാർക്കോഴ കേസ് എല്ലാത്തിനും 2-2-4 ശ്രീ ഹാഷ്മി ഉത്തരം. ബാർക്കോഴ കേസിൽ ഞങ്ങൾ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുത്തു, അവരനുവദിച്ചില്ല.
ബാർക്കോഴ കേസിൽ അനുവദിച്ചില്ലെങ്കിൽ പ്രതിപക്ഷം ബഹളം ഉണ്ടാവും. അത് പാർലമെന്റിൽ നടക്കുന്നു, അസംബ്ലിയിൽ നടക്കുന്നു. ഇവിടെ ഞങ്ങൾ അനുവദിക്കാൻ തയ്യാറാ, നിങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറുണ്ടോ? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ അവർ അനുവദിച്ചില്ല. പക്ഷെ അപ്പൊ ഡയസിലോട്ട് കയറി ഡയസിന്റെ കസേരയിലൂടെ ജയരാജൊക്കെ എടുത്ത് മറിച്ച് ശിവൻകുട്ടി സഭാതലത്തിൽ നൃത്തമാടി, അങ്ങനെ കുറെ ദൃശ്യങ്ങളൊക്കെ കിടപ്പുണ്ട് കേട്ടോ. അത് കേരളത്തിന്റെ സഭയിലെ നാണംകെട്ട വിശ്വാസമാണ് താനേ. എന്നിട്ട് സംഭവിച്ചത് എന്താ? എന്തുകൊണ്ടാണ് എന്നിട്ട് സംഭവിച്ചത് എന്താ? ആർക്കെതിരെയായിരുന്നു നിങ്ങൾ ഉന്നയിച്ച അടിയന്തര പ്രമേയം? ആർക്കെതിരെയാണോ നിങ്ങൾ അഴിമതി ആരോപണം ഉന്നയിച്ചത്? അവർക്ക് അഴിമതി ആരോപണങ്ങളൊക്കെ മുക്കി ഈ പറയുന്ന മുദ്രാവാക്യങ്ങൾ വിഴുങ്ങി അവരെ നിങ്ങൾ പരവതാനി വിരിച്ച് മുന്നണിയിലോട്ട് ക്ഷണിച്ചു. അതാണ് എന്റെ സങ്കടം, പി കെ ഗോപൻ. അതല്ലാതെ ആ സമരം പാഴ് സമരം ഞാൻ അതുവരെ പറഞ്ഞിട്ടില്ല. ഈ കേരളത്തിലെ മുഴുവൻ മുസ്ലിങ്ങളെയും സാർ ഹാഷ്മി, കേരളത്തിലെ മുഴുവൻ മുസ്ലിങ്ങളെ എത്ര മോശമായിട്ട് ആക്ഷേപിച്ച ഒരു സന്ദീപ് വാര്യർ അവരുടെ പാർട്ടിക്കകത്ത് ഇപ്പൊ ഇരിക്കുക. രാഷ്ട്രീയത്തിൽ വരുന്ന കാര്യങ്ങളല്ലേ അതൊക്കെ? രാഷ്ട്രീയത്തിൽ ആശയങ്ങളും അഭിപ്രായങ്ങളും മാറത്തില്ലേ? ഉറപ്പായും രാഷ്ട്രീയത്തിൽ നമ്മൾ ഈ രാഷ്ട്രീയ ധാർമ്മികത, രാഷ്ട്രീയ നൈതികത, കെ.എം.മാണിയുടെ പേരിൽ ഇപ്പോഴും ആ പാർട്ടി ഞങ്ങൾ അയച്ചു നിർത്തണോ? രാഷ്ട്രീയ ധാർമ്മികത, കോഴമാണി എന്ന് വിളിച്ചവർ, അവിടെ കാശിന് യന്ത്രമുണ്ട് എന്ന് ഫ്ലെക്സ് വെച്ചവർ, മാണി സാറെ എന്ന് വിളിക്കുന്ന അത്ര രാഷ്ട്രീയം അത്രേ ഉള്ളൂ. അല്ലെ, എന്റെ പോയിന്റ് അതാണ്. നമ്മൾ രാഷ്ട്രീയ നൈതികത, ധാർമ്മികം എന്നൊക്കെ പറയുന്നത് നമുക്ക് ചർച്ചയിൽ പറയുന്നതിനപ്പുറം കാര്യമായ വല്ല കഥയില്ലാത്ത ഇന്നലെ പറഞ്ഞു. മരിച്ചുപോയ മാണി സാറിനെ ഞങ്ങൾ ഇപ്പോഴും കൈക്കല കൊണ്ട് തൊടില്ലെന്ന് എന്തിനാ വാശി പിടിക്കുന്നത്? വേണ്ട, വാശി വേണ്ട. രാഷ്ട്രീയമാണ്, സാധ്യതകളുടെ കലയുമാണ്, ഞാൻ അംഗീകരിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.